ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നമ്മുടെ ക്രിസ്മസ് റെസിപ്പീസൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് റെസിപ്പി ആയിട്ടാണ്. പോർക്ക് കൊണ്ടുള്ളൊരു ചോപ്സാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യൻ കല്യാണങ്ങൾക്കും അതുപോലെ തന്നെ പാർട്ടികൾക്കൊക്കെ വിളമ്പിയിരുന്നൊരു ഡിഷാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അത് ഞാൻ എൻ്റേതായ രീതിയിൽ ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ ഒത്തിരി ക്രിസ്മസ് റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ എല്ലാം കണ്ട് നോക്കുക. ലാസ്റ്റായിട്ട് നമ്മളൊരു ആപ്പിൾ വൈനാണ്, നല്ല അടിപൊളി റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമ്മൾ മുട്ട ചേർക്കാത്ത പ്ലം കേക്ക് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒത്തിരി പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതിൽ നിന്ന് കണ്ട് നോക്കാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പോർക്ക് ചോപ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുമുമ്പ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയാൽ. അപ്പോൾ നമുക്ക് ഈ പോർക്ക് ചോപ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. പോർക്ക് ചോപ്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ മീറ്റാണ് എടുത്തിരിക്കുന്നത്. അത് കനം കുറച്ച് വലിയ സ്ലൈസായിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. ഇപ്പോൾ പോർക്കെല്ലാം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഈ സ്ലൈസിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ അത് കാണിക്കാൻ ഞാൻ വിട്ടുപോയതാണ്. മാരിനേറ്റ് ചെയ്ത പോർക്ക് നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കാം. പോർക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ പോർക്ക് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പോർക്കിൽ വെള്ളമില്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്, നെയ്യൊക്കെ ഉള്ളതുകൊണ്ട്. അവിടെ നമ്മൾ 1/2 കപ്പ് വെള്ളമെങ്കിലും ഒഴിച്ചു കൊടുക്കണം. ഇനി പ്രഷർ കുക്കർ മൂടി ഇതൊന്ന് വേവിച്ചെടുക്കാം. പോർക്ക് വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഓരോ സ്ഥലത്ത് കിട്ടുന്ന പോർക്കിൻ്റെ കുക്കിംഗ് ടൈം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ പുറത്ത് കിട്ടുന്ന പോർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നാട്ടിലെ പോർക്കിനാണെങ്കിൽ കുറച്ച് വേവ് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പോർക്കിൻ്റെ പാകം നോക്കി കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ കുക്കർ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഒരു 4 വിസിൽ വന്നപ്പോഴത്തേക്കും സ്റ്റവ് ഓഫ് ചെയ്തിട്ട് സ്റ്റീം പോകാനായിട്ട് മാറ്റി വെക്കും. പോർക്ക് ചോപ്സിന് ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കപ്പ് ചെറിയ ഉള്ളി, 8 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഇവയെല്ലാം കൂടെ ഒന്ന് നമുക്ക് ചതച്ചെടുക്കാനുള്ളതാണ്. ഒരു വലിയ സവാള നേരിയതായിട്ട് കനം കുറച്ച് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 4 പച്ചമുളക് നീളത്തിൽ കീറിയത്. പച്ചമുളകാണ് നമ്മൾ കൂടുതൽ എരിവിനായിട്ട് എടുക്കുന്നത്. പച്ചമുളക് അപ്പോൾ നിങ്ങളുടെ എരിവിൻ്റെ പാകം നോക്കി എടുക്കുക. കറിക്ക് ആവശ്യമായ മസാലപ്പൊടികളാണിത്. ഗരം മസാലപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, കടുക്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ഞാൻ കല്ലിൽ വെച്ച് ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കല്ലൊന്നും ഇല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. മസാല ഈ കാണുന്ന പോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതാണ് ഈ കറി കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സാധാരണ വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിരുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് മൂപ്പിക്കണം. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കണം. ചെറിയ ഉള്ളി ചേർത്ത് 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് മൂത്ത് ഉള്ളി ഒന്ന് കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും വേപ്പിലയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് സവാള ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാള നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ വഴറ്റി കൊടുക്കണം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയപ്പോഴത്തേക്കും ഞാനിവിടെ പോർക്ക് തുറന്നെടുത്തിട്ടുണ്ട്. പോർക്കിൻ്റെ വെള്ളത്തിൽ നിന്ന് ഇറച്ചി മാത്രം ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതി. അതിൽ കുറേ നെയ്യ് ഉണ്ടാകും. അപ്പോൾ ആവശ്യമുള്ള വെള്ളം എടുത്തിട്ട് നമുക്ക് ബാക്കി മാറ്റിക്കളയാം. സവാള ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സവാളയുടെ പച്ചമണമെല്ലാം മാറി സവാള നല്ല സോഫ്റ്റായി ചെറുതായിട്ട് കളറെല്ലാം മാറി വന്നിട്ടുണ്ട്.
സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം, അല്ലെങ്കിൽ ഒരു മധുരിപ്പുണ്ടാകും കറിക്ക്. സവാള ഈ കാണുന്ന പാകത്തിൽ വേണം നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അരപ്പ് ചേർത്തിട്ട് 5 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഞാനിതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ മിക്സി കഴുകിയ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെള്ളം ചേർത്തതിന് ശേഷം വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നന്നായിട്ട് വഴറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. കുറച്ച് സമയമെടുത്ത് വേണം കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മസാലയുടെ പച്ചച്ചുവയൊന്നും മാറില്ല. കടുകിൻ്റെ കയ്പ്പൊക്കെ നിൽക്കും. അപ്പോൾ കുറേ സമയം നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഏകദേശം ഒരു 10-20 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. എണ്ണയൊക്കെ തെളിയുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഞാനിതിലേക്ക് കുറച്ച് പോർക്ക് വെന്ത വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാളയെല്ലാം വെന്ത് ഗ്രേവിയൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി വരണം. പോർക്ക് വേവിച്ച് വെള്ളം ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വെന്ത് ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന പോർക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കറി ആ ഗ്രേവിയിൽ കിടന്ന് ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കണം. ഇപ്പോൾ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കൊരു 2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി കൂടി പോകരുത്. 1.5 മുതൽ 2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്താൽ മതി. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. വിനാഗിരിയും കുരുമുളക് പൊടിയെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാനൊന്ന് മൂടി വെച്ച് കുറച്ച് സമയം കൂടി നമുക്ക് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് പാൻ്റെ മൂടിയൊക്കെ മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പോർക്കിലുള്ള ഗ്രേവി എല്ലാം കുറുകി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കൂടുതൽ ഡ്രൈ ആയി പോകണ്ട. ഈ പാകത്തിൽ വേണം ഇരിക്കാനായിട്ട്, കുറച്ച് കുഴഞ്ഞ പാകത്തിൽ. ഇപ്പോൾ നമ്മുടെ രുചികരമായ പോർക്ക് ചോപ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പോൾ ഈ വരുന്ന ക്രിസ്മസിനും അതുപോലെ പാർട്ടികൾക്കും അതുപോലുള്ള ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ക്രിസ്മസ് റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.